ഡബ്ലിൻ മല്ലു വേൾഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ ദിവസം സെന്റ് പാട്രിക് ഡേ അല്ലെങ്കിൽ പാരീസ് ഡേ, അയർലൻഡിന്റെ ഹിസ്റ്ററിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ വർണ്ണാഭമായ ഒരു ദിവസമാണ് സെന്റ് പാട്രിക് ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്രിസ്ത്യൻ മിഷണറിയായ സെന്റ് പാട്രിക് മരിച്ച ദിവസമാണ് നമ്മുടെ 17-ാം തീയതി ഈ ഒരു മാസം. സോ ഒരുപാട് പേര് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും വന്നിട്ട് അടിപൊളിയായിട്ട് ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് കേട്ടോ ഇന്നത്തെ ദിവസം സെൻറ്റ് പാട്രിക്സ് ഡേ അല്ലെങ്കിൽ പാരീസ് ഡേ. സിറ്റിയിലൊക്കെ ഒരുപാട് ആഘോഷങ്ങൾ, നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ആളുകളുടെ ആഘോഷങ്ങളുണ്ട്, അതുപോലെ ഒരുപാട് കൺട്രീസ് നിന്നുള്ള ആളുകളുടെ ആഘോഷങ്ങൾ നടക്കുന്ന ഒരു ടൈമാണ് സെൻറ്റ് പാട്രിക്സ് ഡേ. ഞാനും ഇന്ന് സെൻറ്റ് പാട്രിക് ഡേയുടെ ഭാഗമായിട്ട് സിറ്റിയിലേക്ക് പോകുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. പേഴ്സണലായിട്ട് ഇതിന് മുമ്പ് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല സെൻറ്റ് പാട്രിക്സ് ഡേനെ കുറിച്ച്. സോ ഇന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോകണമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. സിറ്റിയിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് പേരുടെ അടിപൊളിയായിട്ടുള്ള ഷോകളും ഡാൻസുകളും അല്ലെങ്കിൽ വ്യത്യസ്തമായ വേഷം നിറഞ്ഞിട്ടുള്ള പ്രൊസഷൻസ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ സിറ്റി നടക്കുന്നുണ്ട്. നിങ്ങളതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു കുഞ്ഞ് ചാനലിലൂടെ ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ ഡബ്ലിൻ മല്ലു വേൾഡ് എന്ന ചാനൽ വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പോയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിച്ച് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. സെൻറ്റ് പാട്രിക് ഡേനെ കുറിച്ച് പറയുക എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രിസ്ത്യൻ മിഷണറിയായ നമ്മുടെ സെൻറ്റ് പാട്രിക് ഇംഗ്ലണ്ടിലാണ് 5-ാം നൂറ്റാണ്ടിൽ ജനിച്ചത്. അതിനുശേഷം നമ്മുടെ അയർലൻഡിൽ പിടിച്ചുകൊണ്ട് വന്നിട്ട് അയർലൻഡിൽ ജയിൽവാസം ഉണ്ടായിരുന്നു കുറേ നാളൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മാർച്ച് 17-ാം തീയതിയാണ് മരിച്ചു പോകുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളൊരു ദിവസമാണ് സെൻറ്റ് പാട്രിക് ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എനിക്ക് അത്ര വലിയ കാര്യമൊന്നും അറിയത്തൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്തിട്ട് പറഞ്ഞതാണ്. അപ്പം ഇതാണ് സെൻറ്റ് പാട്രിക് ഡേ. അപ്പം ഇന്നത്തെ ദിവസം ഒരുപാട് ആളുകൾ ഈ ഒരു സെലിബ്രേഷൻ്റെ ഭാഗമാവുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഇത് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് US-ലാണ്. US കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയർലൻഡിൽ ഒരുപാട് ആളുകളോട് വന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വന്ന് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. സിറ്റി പ്രമിസസിലൊക്കെ ഒത്തിരി ആഘോഷങ്ങൾ നടക്കുന്ന ഒരു ദിവസമാണ് കേട്ടോ. അപ്പം അതിലേക്ക് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ സെൻറ്റ് പാട്രിക് ഡേക്ക് പോകാൻ വേണ്ടി ബസ് പിടിച്ച് കഴിഞ്ഞു കേട്ടോ. ഇത് നമ്മൾ കാണുന്ന സെൻറ്റ് പാട്രിക് ഡേയുടെ ആകാശ ദൃശ്യമാണ്. അടിപൊളിയാണ് കേട്ടോ. ഇത് കാണേണ്ട പരിപാടിയാണ്. നോക്കി എത്രമാത്രം ജനങ്ങളാണ് നമ്മുടെ ഈ ഒരു സെൻറ്റ് പാട്രിക് ഡേക്ക് ഒരുങ്ങിയിരിക്കുന്നതെന്ന്. അതുപോലെ റൈഡുകൾ ഭയങ്കര ഫേമസ് ആണ്. നമ്മളുടെ പോകുന്ന വഴിക്കുള്ള ഒരു റൈഡ് ഞാൻ പിടിച്ചതാണ്. അടിപൊളിയല്ലേ, കാണുമ്പോൾ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള അതുപോലെ. അതുപോലെ തന്നെ നമ്മുടെ ഒത്തിരി യങ്സ്റ്റേഴ്സിൻ്റെ ആളുകൾ അടിപൊളിയായിട്ട് പ്രത്യേകിച്ച് പച്ച നിറത്തിലുള്ള ടീഷർട്ടൊക്കെ ധരിച്ചാൽ പോകുന്നത്. പിന്നെ പോകുന്ന വഴിക്കുള്ള സ്ട്രീറ്റുകളിലെ ഒരു രംഗങ്ങളാണ് ഇപ്പോൾ ജസ്റ്റ് കാണിക്കാൻ പോകണം. ഗാഡയൊക്കെ പോകുന്നുണ്ട് ആ വഴിക്ക്. അപ്പോൾ ജസ്റ്റ് നടന്ന് നമ്മൾ മെയിൻ സ്ട്രീറ്റിലേക്ക് എത്തുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് വലത് സൈഡിൽ ഒരുപാട് ബിൽഡിംഗ് നമുക്ക് കാണാം. ഇത് നമ്മുടെ അവിടുത്തെ ഏറ്റവും വലിയൊരു ബിൽഡിംഗ് ആയ സ്റ്റേറ്റ് ലൈബ്രറിയുടെ ഭാഗമായിട്ടുള്ളൊരു ബിൽഡിംഗാണ്. അത് അടിപൊളിയാണ്. അപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കാണാം ഒരുപാട് കുഞ്ഞു പിള്ളേർ നമ്മുടെ പച്ച ഷർട്ടൊക്കെ ഇട്ട് പച്ച ടീഷർട്ടൊക്കെ ഇട്ട് പച്ച തൊപ്പിയൊക്കെ ഇട്ടുകൊണ്ട് അടിപൊളിയായിട്ട് ഇതിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ. സെൻറ്റ് പാട്രിക്സ് ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയർലൻഡുകാർക്കും അതുപോലെ ഇവിടെയുള്ള എല്ലാ ആളുകൾക്കും അടിപൊളിയായിട്ടുള്ളൊരു ദിവസമാണ്. ഭയങ്കര എൻജോയ്മെൻ്റ് ആണ്. കണ്ടില്ലേ എന്തോരം ആളുകളാണെന്ന് നോക്കിയ സ്ട്രീറ്റിൽ ഒരുപോലുള്ള വേഷങ്ങളൊക്കെ ഇട്ടുകൊണ്ട്. ഞാനും ആക്ച്വലി ടീഷർട്ട് നോക്കിയിരുന്നു, പക്ഷേ ഒടുക്കത്തെ വില ആയതുകൊണ്ട് മേടിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തൽക്കാലത്തേക്ക് നമ്മുടെ ടീഷർട്ടിൽ ഒതുക്കി. ഒരുപാട് കുറേ ആളുകൾ സിംഗ് ചെയ്യുന്നുണ്ട് കണ്ടോ. ഗ്രൂപ്പായിട്ട് ആളുകൾ പച്ച കളറൊക്കെ ഇട്ട് പോകുന്നു. അവിടെ ഷോപ്സിലൊക്കെ ഇതുപോലെയുള്ള ടീഷർട്ടുകൾ ഒരുപാട് വിൽക്കുന്നുണ്ട്, പക്ഷേ ഒടുക്കത്തെ വിലയാണ്. സീസൺ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഞാനൊന്ന് കയറി നോക്കി, പക്ഷേ വില കേട്ട് ഞെട്ടിട്ട് ഞാൻ പിന്നെ എടുത്തില്ല. ഇത് നമ്മുടെ നമ്മുടെ മെയിൻ സ്ട്രീറ്റ്സിൽ കടന്നു പോകുന്ന ഓരോ കാര്യങ്ങളാണ് നമുക്ക് കാണാം. ഇപ്പോൾ തന്നെ അവിടെ സ്കൗട്ട്സ് പോലുള്ള കാണാം. ആളുകൾ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ വെച്ച് വായിച്ചു പോകുന്നുണ്ട്. അതുപോലെ കുറേ നല്ല പ്ലോട്ട്സുകൾ നമുക്ക് വരുന്നത് കാണാൻ പറ്റും. സ്ട്രീറ്റ്സിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇച്ചിരി കൂടെ നന്നായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇപ്പം അവിടെ എന്തൊക്കെയോ നടക്കാൻ പോവുകയാണ്. നമുക്ക് ഒത്തിരി ആളുകളുള്ളതുകൊണ്ട് നന്നായിട്ട് അത് പിടിക്കാനൊന്നും പറ്റിയില്ല. ബട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാനത് പിടിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ ആളുകളാണ്. പക്ഷേ ആളുകൾ ഇത്രയുണ്ടെങ്കിലും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഭയങ്കര ഇൻട്രസ്റ്റിങ്ങും അതുപോലെ തന്നെ നല്ല കമ്പനിയാണ്. അതല്ലാതെ ആളുകളൊരു വഴക്കുണ്ടാക്കുകയോ പിണക്കുണ്ടാക്കുക അങ്ങനെ ഒന്നുമില്ല. എവറിത്തിങ് ഈസ് വെരി വെരി കാം. നല്ലൊരു ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് നമ്മുടെ ഡബ്ലിൻ ക്യാസലിൻ്റെ തൊട്ട് മുന്നിലുള്ള റോഡാണ്. സ്ട്രീറ്റ് കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല ഏതാണെന്ന്, പക്ഷേ ഞാൻ ഇവിടെ പലപ്പോഴും പോയിട്ടുണ്ട്. അപ്പം ആ സ്ട്രീറ്റ്സിലൂടെയാണ് ഈ പ്രൊസഷൻ കടന്നു വരുന്നത്. അതുപോലെ തന്നെ ഈ പ്ലോട്ട്സുകൾ കാര്യങ്ങളെല്ലാം കടന്നു വരുന്നത് കണ്ടോ. 2 ബസ്സിൻ്റെ മുകളിൽ ഗാർഡാസൊക്കെ നിലയുറപ്പിച്ചിട്ടുണ്ട്.
ഈ സ്ട്രീറ്റ്സിലൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഞാൻ എത്ര സമയം എടുത്തു ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്യാൻ നോക്ക്. ആളുകൾ അതിൻ്റെ മേളിൽ പോസ്റ്റിനൊക്കെ മേളിൽ കയറിയിരുന്നും ബിൽഡിങ്ങുകളുടെ മേളിൽ കയറിയിരുന്നുമാണ് ഇത് അടിച്ചു പൊളിക്കുന്നത്. പ്രത്യേക ഒരു രസമാണ്, എല്ലാവരും ഹാപ്പി ആയിട്ടുള്ളൊരു വൈബാണ്. ഇന്നലത്തെ ദിവസം വളരെ നല്ലൊരു ദിവസമായിരുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം നല്ലൊരു കാലാവസ്ഥയായിരുന്നു. സാധാരണ ഈ ഒരു സമയത്ത് മഴ പെയ്യണമെന്നാണെന്ന് പറയുന്നത്, പക്ഷെ മഴ പെയ്തിട്ടില്ല. നോക്കിക്കേ, നമ്മുടെ ഒരു ഷാർക്കിൻ്റെ ഉള്ളിലാണ് ആ കാണിച്ചിരിക്കുന്നത്. ഒരാൾ നിന്ന് മ്യൂസിക് ചെയ്യുന്നത് ഒരു ഷാർക്കാണ് ആക്ച്വലി ആ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്ലോട്ടുകളും ഒക്കെ പോകുന്നുണ്ട്. നോക്കൂ, ഒരുപാട് കാര്യങ്ങളിങ്ങനെ ആ ഒരു വീതിയിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതനുസരിച്ച് മുന്നോട്ട് പോകുന്നതനുസരിച്ച് ഞാൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ചൊക്കെ. ഭയങ്കര തിക്കും തിരക്കുണ്ട്. ഞാൻ ഇച്ചിരി പൊക്കമുള്ളതായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ തലയുടെ മേളിലേക്ക് മൊബൈൽ പൊക്കി വെച്ചിട്ടാണ് ഇത് പിടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഒക്കെ കാണാൻ പറ്റും. നോക്കിക്ക് ഒരാൾ നിൽക്കുന്നത് അടിപൊളിയായിട്ടല്ല, പുള്ളിയുടെ തല വെച്ചിരിക്കുന്ന സാധനം നല്ല ക്യാപ്പാണ്, നല്ലൊരു പ്രത്യേക ഭംഗിയുള്ളൊരു ക്യാപ്പാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ അടിച്ച് പൊളിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. എന്ത് ആളുകളാണെന്ന് നോക്കുക, ഇന്ത്യക്കാരുണ്ട്, അങ്ങനെ പല കൺട്രീസും വെരി മൾട്ടിക്കൾച്ചറൽ ആയിട്ടുള്ളൊരു ഉത്സവം തന്നെയാണെന്ന് പറയാം. മാർച്ച് 17 നമ്മുടെ സെൻറ്റ് പാട്രിക്സ് ഡേ പൊളിച്ചേക്കണം കേട്ടോ, സെറ്റപ്പാണ്. അതുപോലെ തന്നെ കേരളത്തിന് എടുത്തു പറയാനുള്ളൊരു പെർഫോമൻസും കൂടെ ഉണ്ട് കേട്ടോ. നമ്മുടെ കേരളത്തിന് ലോക്കൽ ഐലൻഡ് ഒരു ബാൻഡ് ഉണ്ട്, അതിൻ്റെ പേര് കറക്റ്റ് എനിക്കറിയത്തില്ല. അവരുടെ ഒരു പെർഫോമൻസ് ഉണ്ട്, ഞാൻ ഓൺ ദ വേയിൽ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. അവർ മുണ്ടൊക്കെ എടുത്ത് പാട്ടൊക്കെ പാടി അടിപൊളിയായിട്ടൊരു ട്രക്കിൻ്റെ മുകളിലുണ്ട്. നോക്കിക്കേ, എന്തോരം ആളുകളാണ് നോക്കിയാൽ. ഈ ബിൽഡിങ്സിൻ്റെ സൈസിലൊക്കെ കയറി നിന്നിട്ടാണ് നമ്മൾ സെൻറ്റ് പാട്രിക്സ് ഡേയുടെ ഭാഗമായിട്ടുള്ള എല്ലാ ആഘോഷങ്ങളും കാണുന്നത്, വിച്ച് ഈസ് ക്വയറ്റ് ആൻ ഇൻട്രസ്റ്റിംഗ് വ്യൂ. ദിസ് ഈസ് മൈ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ഹിയർ ഇൻ Joplin to celebrate the St. Patrick's Day or Patrick's Day. Really amazing to me. You know, usually I don't like to be in a big crowd or to follow the customs, especially a big crowd. So, but I did enjoy it. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ബാൻഡ്. ആക്ച്വലി ബാൻഡിൻ്റെ പേര് ഞാൻ മറന്നുപോയി, അവരെ ഞാൻ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു ഇവൻറ്റ് വരുന്നുണ്ട്, ആ ഒരു കണക്ട് 2024 എന്ന് പറഞ്ഞ ഇവൻറ്റ് വരുന്നുണ്ട്. അപ്പം ഇവർ അതിനകത്ത് പാർട്ടാണ്. അപ്പം ഞാൻ അവരുമായിട്ട് സംസാരിച്ചിരുന്നു, അടിപൊളിയായിരുന്നു.